ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയതും അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി കണ്ടു നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി 250 കപ്പിന് 2 കപ്പ് പച്ചരി ഒരു ബൗളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കും. കൂടെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉഴുന്നും കൂടി ഇട്ട് കൊടുത്തിട്ട് 3-4 പ്രാവശ്യം നല്ല പോലെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ഒരു 4 മണിക്കൂർ കുതിരാൻ വേണ്ടി മാറ്റി വെക്കാം. അങ്ങനെ ഇതിപ്പം കുതിരാൻ വെച്ചിട്ട് 4 മണിക്കൂറായിട്ടുണ്ട്. ഇനി ഈ അരിയുടെ പകുതി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ അരി പകുതി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരവിയതാണ് വേണ്ടത് 250 കപ്പിന്. അതിൽ നിന്ന് 1/4 കപ്പ് ഇപ്പോൾ ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള 1/4 കപ്പ് രണ്ടാമത് അരച്ചെടുക്കുമ്പോൾ അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കും. പിന്നെ ഇതിലേക്ക് 250 കപ്പിന് തന്നെ 1/2 കപ്പ് ചോറ് വേണം. ആദ്യം ഇതിലേക്ക് 1/4 കപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാവുന്നതാണ്. ഇനി ബാക്കിയുള്ള അരിയും ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച 1/4 കപ്പ് തേങ്ങ ചിരവിയത്, പിന്നെ 1/4 കപ്പ് ചോറ്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ 3/4 ടീസ്പൂൺ ഈസ്റ്റ്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് ബൗളിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. ഇതാ ഈ ഒരു പാകത്തിനാണ് അരച്ചെടുക്കേണ്ടത്. ഒരുപാട് ലൂസായി പോകാനും പാടില്ല, എന്നാൽ ഒരുപാട് കട്ടിയാവാനും പാടില്ല. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ തന്നെ പൊങ്ങി കിട്ടണം. അതിനുവേണ്ടി ഒരു 5 മണിക്കൂർ ഇത് മാറ്റി വെക്കാവുന്നതാണ്. അങ്ങനെ ഇപ്പോൾ ഇത് 5 മണിക്കൂർ ആയപ്പോഴത്തേനും നന്നായിട്ട് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ പൊങ്ങിയതിന് ശേഷം മാത്രമേ നമ്മളിത് വേവിച്ചെടുക്കാൻ പാടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതുപോലത്തെ സ്റ്റീലിൻ്റെ ഗ്ലാസ്സിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. പിന്നെ ഈ ഗ്ലാസിൻ്റെ പകുതി നമുക്ക് ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കണ്ട, ഇതുപോലെ പകുതി ഒഴിച്ചു കൊടുത്താൽ മതി. ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിനി ഇത് ആവിയിൽ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ 5 മിനിറ്റ് ആയപ്പോഴത്തേനും ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് അല്പം ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാവുന്നതാണ്. ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് വേവിച്ചെടുക്കും. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമായിട്ടുള്ള ഒരപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.